ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേപോലെ നമ്മൾ ഇന്നും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റേഷൻ കാണാൻ. നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെന്നൈയിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലേക്ക് പോകാൻ അങ്ങാടിപ്പുറത്തൊന്നും വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിവിടുന്ന് പാലക്കാട് പോയിട്ട് അവിടുന്ന് ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടുന്ന് ചെന്നൈയിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലേക്ക് പോകാൻ നമ്മളിവിടുന്ന് ഇപ്പോഴുള്ള 56608 പാലക്കാട് പാസഞ്ചറിന് കയറി പാലക്കാട് ഇറങ്ങിയിട്ട് അവിടുന്ന് 22640 ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് കയറി ചെന്നൈയിൽ ഇറങ്ങും. ഈ യാത്ര ചെന്നൈയിലേക്കല്ല, ഇത് ഏകദേശം ഒരു 3500 മേലെ കിലോമീറ്റർ ഉള്ളൊരു യാത്രയുടെ ആരംഭം മാത്രമാണ്. നമ്മൾ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞിട്ട് യാത്ര എങ്ങോട്ടാണ്, എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് പറയാം. നമുക്കത് സ്റ്റേഷന് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ സ്റ്റേഷൻ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷനിലെ ഒരുവിധം വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫിനിഷിങ് വർക്കുകൾ ബാക്കിയുണ്ട്. പിന്നെ ഈ വഴി ഇതുവരെ തുറന്നിട്ടില്ല. ഈ വഴി തുറക്കണം. അപ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് ഫിനിഷിങ് വർക്കുകൾ ബാക്കിയുണ്ട്. അവിടെ ഈ സൈഡിൽ ഈ ചെറിയൊരു അരമതിൽ തിണ്ട് പോലെ കെട്ടുന്നുണ്ട്. അതൊക്കെ ബാലൻസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് 2-3 ദിവസത്തിനുള്ളിൽ തീർക്കുമായിരിക്കും വരും. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. പിന്നെ അപ്പുറത്തോട്ട് വെയിറ്റിംഗ് ഏരിയയാണ്. ഫുള്ള് ബെഞ്ചസ് ഇട്ടിട്ടുണ്ട് വെയിറ്റിങ്ങിന്. ഇവിടെ 2 ATM ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചുമന്ന പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് പോകണമല്ലോ. നമ്മുടെ ട്രെയിൻ ഓൾറെഡി കയറി വരുന്നുണ്ട്. പണ്ടൊക്കെ ട്രെയിൻ വരുന്നതിന് മുമ്പ് നല്ല ബഹളവും ഒച്ചയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഹോണടിയും ഡീസലിൻ്റെ സൗണ്ടും ഒക്കെ വരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇത് സൈലൻ്റായിട്ട് P1 കയറി അങ്ങ് വരുന്നുണ്ട്. സൈലൻ്റായിട്ടാണ് വരുന്നത്. 22019 ഈറോഡ് ഡീസൽ ഷെഡിൻ്റെ. നമുക്കൊരു സീറ്റ് കിട്ടിയാൽ സീറ്റിലിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ബാഗ് എവിടെയെങ്കിലും വെച്ചിട്ട് നിന്ന് പോവാം. അപ്പോൾ നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്തുനിന്ന് പുറപ്പെട്ടു. കുലുക്കല്ലൂരിലെ ക്രോസിംഗ് സ്റ്റേഷൻ്റെ വർക്കാണ്. പ്ലാറ്റ്ഫോമിൻ്റെ റീറ്റൈനിങ് വാളൊക്കെ പണിത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോമിന് മണ്ണ് നിറച്ച് തുടങ്ങി ഒരു എൻഡിൽ. ഇവിടെ റീറ്റൈനിങ് വാളിന് പണി നടക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടില്ല ഇതുവരെ. അതിനുള്ള കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. 15 കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് കുലുക്കല്ലൂരിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്.
നമ്മൾ ജസ്റ്റ് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറുമ്പോൾ അകത്ത് വന്ദേ ഭാരത് കിടക്കുന്നുണ്ടോ? ഇവിടെ വന്ദേ ഭാരതിൻ്റെ SS1 ഷോപ്പ് ഷെഡ്യൂൾ 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. IOH നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അതിനകത്ത് വന്ദേ ഭാരത് കിടക്കുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് മറ്റേ ട്രിവാൻഡ്രം കാസർഗോഡ് ട്രിവാൻഡ്രം വന്ദേ ഭാരത് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് തന്നെ കണ്ടുണ്ടാവണമായിരുന്നു. ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷൊർണൂരിലെ കോച്ചിങ് ഡിപ്പോയിലെടുത്തെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 4 ഇങ്ങോട്ട് നീളം കൂട്ടുന്നുണ്ട്. എനിക്ക് യാർഡ് ലേഔട്ട് മാറുമെന്നറിയില്ല. അങ്ങേറ്റത്തെ ബാപ്പ് 122.014 കിടക്കുന്നുണ്ട്. 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറാണിത്. 6 മണിക്ക് പോകുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2-ൻ്റെയും അറ്റം മോഡിഫൈ ചെയ്തൊന്ന് പ്ലാറ്റ്ഫോം നീളം കൂട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. പണ്ട് ആ സ്റ്റാർട്ടർ സിഗ്നൽ വരെ ഉണ്ടായിരുന്നല്ലോ പ്ലാറ്റ്ഫോം. സമയം 5:40. നമ്മൾ ഷൊർണൂർ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് 6 മണിക്കേ പോവുള്ളൂ. 6 മണിയാണോ 5:47 ഓർമ്മയില്ല. ഷൊർണൂർ എത്തുമ്പോൾ നമ്മുടെ സ്ഥിരം സാധനങ്ങൾ ഉഴുന്നോടെ മേടിച്ചു. കൂടെ ഒരു കാപ്പി. ഇന്നത്തെ ഈവനിങ് ചായ അടിപൊളിയാണ്. ട്വിൻ വാഗണൈൻ ഒരു ഫ്രൈറ്റ് കൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 4-ൻ്റെ ലൈനിൽ കയറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് അധികം നേരം പാലക്കാട് കിടന്നു. സമയം ഏകദേശം 6:08. ഇപ്പോൾ ജസ്റ്റ് ഷൊർണൂർ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി. നേരത്തെ കണ്ട വാഗ്നൈൻ ട്വിൻസാണ്. ബിലായി ഷെഡിൻ്റെ ലോക്കോസാണ് രണ്ടും. വാഗ്നൈൻ ട്വിൻസ് ഇവിടെ വെച്ച് ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു അവർക്ക്. പുതിയ ക്രൂ ജസ്റ്റ് കയറുന്നു, അത്രേ ആയിട്ടുള്ളൂ. മീൻവെൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 7-ൽ എറണാകുളം ഇൻ്റർസിറ്റി എത്തിയായിരുന്നു. അവിടുന്ന് കാണാൻ പറ്റില്ല, സ്പാട്ടുള്ളതുകൊണ്ട്. അങ്ങ് ദൂരെ ഷൊർണൂർ ബി ക്യാബിൻ കാണാം. ട്വിൻ അജ്നി G9 ഹോൾഡ് BC തന്നെ.
നമ്മൾ ഒറ്റപ്പാലത്തേക്ക് എത്തുന്നു. ഇവിടെ ട്വിൻ WDG4 ഹോൾഡ് ഫ്രൈറ്റ് കിടക്കുന്നു. ഗോൾഡൻ ഡ്രോപ്പിൻ്റെ ലോക്കോസാണ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3500 കിലോമീറ്ററിന് മേലെ 3783 കിലോമീറ്ററിൻ്റെ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മൾ അങ്ങാടിപ്പുറത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങാടിപ്പുറത്ത് അവസാനിപ്പിക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട്ടേക്കാണ് പോകുന്നത്. പാലക്കാട് നമ്മൾ ചെന്നൈയിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലേക്ക് 2264 ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ്സിനാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. ചെന്നൈ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് നാളെ രാവിലത്തെ വിജയവാഡ ജനശതാബ്ദി കയറി വിജയവാഡയിലേക്കാണ് പോകുന്നത്. വിജയവാഡയിൽ പോയിട്ട് വിജയവാഡയിൽ നിന്ന് നമ്മൾ കാക്കിനാട ഷിരഡി എക്സ്പ്രസ്സിന് കയറിയിട്ട് ഷിരഡിയിലേക്കാണ് പോകുന്നത്. ഷിരഡിയിലൊന്ന് സായിബാബയൊക്കെ ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ നമ്മളവിടുന്ന് രാത്രി ഷിരഡിയിൽ നിന്ന് പൂനെയിലേക്ക് വരും. പൂനെയിൽ നിന്ന് നമ്മൾ പ്രഗതി എക്സ്പ്രസ്സിന് വിസ്റ്റാഡോം കോച്ചിൽ കയറി നമ്മൾ ബോംബെയിലേക്ക് പോകും. ബോംബെയിൽ നിന്ന് നമ്മൾ ഗരീബ് രഥ് എക്സ്പ്രസ്സിന് കയറി തിരിച്ച് ഷൊർണൂർക്ക് വരും. അതാണ് നമ്മളൊരു യാത്ര പ്ലാൻ. ഇങ്ങനത്തെ പല റൂട്ടുകളും ഞാൻ ഈ ചാനലിൽ തന്നെ കാണിച്ചിട്ടുള്ള റൂട്ടുകളാണ് പലതും. പക്ഷേ എന്നാലും എല്ലാത്തിനകത്തും എന്തെങ്കിലും ഒരു വെറൈറ്റി തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെറൈറ്റി എന്താണെന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ടുള്ള സീരീസ് ഓഫ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ കഴിവതും എല്ലാ വീഡിയോസും ഞാനൊരു സീരീസ് ആയിട്ട് തന്നെ ഇറക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ട് നമ്മളോട് സഹകരിക്കും, നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജസ്റ്റ് നമ്മുടെ പെനൽറ്റിമേറ്റ് സ്റ്റോപ്പായ പറളിയിലേക്ക് എത്തിയിരിക്കണം. അടുത്തതിന് നമ്മുടെ ഡെസ്റ്റിനേഷൻ പാലക്കാട്. സമയം 6:50 ആയതേ ഉള്ളൂ. ഇനി നമുക്കൊരു കഷ്ടിച്ചൊരു 10 കിലോമീറ്റർ കൊണ്ടുപോകും പാലക്കാട്ടേക്ക്. നമുക്ക് ശരിക്കും 7:25 നമ്മുടെ അറൈവൽ ടൈം. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പറളിയിലെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. WAP 737202 ആയിരുന്നു അത്. വണ്ടി പട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറാൻ പോകണം. ഒട്ടും പതിവ് തെറ്റിക്കാതെ ഹെഡ് ഓഫ് ഷെഡ്യൂളായിട്ട് തന്നെ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 5 പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയ വെയിറ്റ് ഉണ്ട്. നമുക്ക് 7:45 നമ്മൾ 22640 വരെ. വണ്ടി ഒരു അല്പം ലേറ്റ് ആണെന്നാണ് വേറെ ട്രെയിൻ കാണിക്കുന്നത്. എന്നാലും ഏകദേശം ഒരു 7:45 ആകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിച്ചിട്ട് നമ്മുടെ WAP 1 റെസ്റ്റ് എടുക്കുകയാണ്.
കുറച്ച് നേരം കഴിയുമ്പോൾ ഈ വാപ്പൺ തന്നെ റേക്കിനെ ഷണ്ട് ചെയ്ത് യാർഡിലേക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. യാർഡിൽ നിന്ന് രാത്രി സ്റ്റേബിളിയും റേക്കിന്. എന്നിട്ട് നാളെ രാവിലെ ഇതേ ലോക്കോ ഇതേ ട്രെയിനായിട്ട് നാളെ നിലമ്പൂർക്ക് വീണ്ടും പോകും. 22019 ആണ് ലോക്കോ. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം 2-ൽ 2 AC 3 ടയർ കോച്ചും ഒരു ജനറേറ്റർ കാറുമായിട്ട് ഒരു വാപ്പ് 7 കിടക്കുന്നുണ്ട്. 37371 ഈ റോഡിൻ്റെ. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഇതും അപ്പുറത്തെ സൈഡിൽ കോയമ്പത്തൂർ പാലക്കാട് ടൗൺ മെമു കയറി വരുന്നുണ്ട്. ആ കാണുന്നതാണ് കോയമ്പത്തൂർ പാലക്കാട് ടൗൺ മെമു. ഇപ്പുറത്തുനിന്ന് കേരള എക്സ്പ്രസ് വരുന്നുണ്ട്. गाड़ी संख्या 1265 തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് പ്ലാറ്റ്ഫോം ക്രമാങ്ക് 37478 വഡോദര ഷെഡിന് ലോക്കമാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 6665 ഒരു അനൗൺസ്മെൻറ്റ് ഇല്ലാണ്ട് 39392 കയറി വന്നു. തിരുവനന്തപുരം നോർത്ത് SSS ഹുബ്ബള്ളി എക്സ്പ്രസ്. ഒരു അനൗൺസ്മെൻറ്റ് ഇല്ല. വണ്ടി സൈഡിൽ കയറി മാറി വരുന്നു. കേരള എക്സ്പ്രസ് അങ്ങനെ വിട്ടുപോയി. നമ്മുടെ വണ്ടി വരാൻ ഇനി സമയമുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒറ്റപ്പാലം എത്തിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മുന്നിലിപ്പോൾ കണ്ടത്. അങ്ങേറ്റത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്ക് നമ്മുടെ ഇവൻ വരുന്നുണ്ട്. ട്രിച്ചി പാലക്കാട് ടൗൺ പാസഞ്ചർ 22261 ആണ് ലോക്കോ. കഴിഞ്ഞ പ്രാവശ്യത്തെ കാണുമ്പോൾ അത് കുറേ ജനശതാബ്ദി കോച്ചസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇന്ന് കണ്ടിട്ട് ജനശതാബ്ദി കോച്ചുള്ള പോലെ ഉണ്ട്. ഫുഡ് പതിവ് പോലെ സൊമാറ്റോ അല്ല സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തു. ഫുഡ് വന്ന് അതേ സമയത്ത് നമ്മുടെ ട്രെയിനും വന്നു. നമ്മൾ ട്രെയിനിൽ ജസ്റ്റ് കയറി വരുന്നു. 22640 ആണ്. ഇതാണ് നമ്മുടെ വണ്ടി. ആരക്കോണത്തിന് 22559 ആണ് ലോക്കോ. ഇന്നൊരു വ്യാഴാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല ട്രെയിനിൽ. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇഷ്ടംപോലെ സീറ്റ് കാലിയുണ്ട്. ഇതിപ്പോൾ ഈ വണ്ടിക്കും AC 2 ടയറിന് ഏകദേശം 10 ബർത്തിനടുത്ത് കാലിയുണ്ടായിരുന്നു കറണ്ട് റിസർവേഷനിൽ എൻഡ് ടു എൻഡ്. നമ്മൾ B3-ലാണ്. ഒരു മിഡിൽ ബർത്താണ്. ഇപ്പോൾ വണ്ടി വന്ന ഉടനെ ഭക്ഷണം കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങണം. ഇതാണ് എൻ്റെ കോച്ച് 06133 53 അപ്പുറത്തെ ഡോറിലോട്ട് പോകുന്നതാണ് നല്ലത്. ഇത് കോച്ച് പൊസിഷൻ ബോർഡ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വരില്ല. നമ്മൾ കറക്റ്റായിട്ട് നിന്നാൽ ട്രെയിൻ നേരത്തെ നിർത്തും, നമ്മൾ മാറി നിന്നാൽ ട്രെയിൻ കറക്റ്റായിട്ട് നിർത്തും. അതാണ് അവസ്ഥ. വണ്ടി ഇന്നലെ ലേറ്റാണ്. വണ്ടി ഒരു 10-15 മിനിറ്റോളം ലേറ്റാണ്. നമ്മുടെ സിഗ്നലായി. സമയം 8:10. 8 മണി കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. 8:02 8:03 കണ്ടായപ്പോൾ എത്തിയായിരുന്നു. അപ്പോൾ 8:10 നമ്മുടെ സ്റ്റാർട്ടർ അഡ്വാൻസ് എല്ലാം പച്ചയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ B ലൈൻ വഴി തന്നെ നേരെ പോകും. ഉറപ്പിടുമായെന്ന് തോന്നുന്നു, കാരണം ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. CBC റേക്കുള്ള കോച്ച്, CBC കോച്ചുള്ള റേക്കാണ്. അതുകൊണ്ടൊരു ഞെട്ടലില്ലാണ്ട് എന്ത് CBC അല്ലേ. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടു. ഞാൻ എന്നാൽ പതുക്കെ പോയി അതിന് ഡിന്നർ കഴിക്കട്ടെ. ഡിന്നർ കഴിച്ചിട്ട് പറ്റുമെങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങാൻ കുറച്ച് നേരം. കാരണം നാളെ രാവിലെ പറ്റുമെങ്കിൽ അരക്കോണം മുതൽ അങ്ങോട്ട് കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കവർ ചെയ്യാനൊന്നുമില്ല, നമ്മൾ 5:30 ആകുമ്പോഴേക്കും ചെന്നൈ എത്തും. അപ്പോൾ നേരം വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെന്നൈയിലെത്തും. എന്നാലും
അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് വിട്ടു. നമുക്കെന്നപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാം. നമ്മൾ ഡിന്നർ സ്വിഗ്ഗി വഴിയാണ് ഓർഡർ ചെയ്തത്. എന്തായിരുന്നത് സോഷ്യൽ കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മളങ്ങനെ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ പോത്തന്നൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ അറ്റത്തായിട്ട് വാപ്പ് 730379 നിൽക്കുന്നുണ്ട്. ഒരു വാപ്പ് 4227 ഏറ്റവും ബാക്കിലുണ്ട്. അതിൻ്റെ പുറകിലുള്ളത് നാഗർകോയിൽ കോയമ്പത്തൂർ എക്സ്പ്രസിൻ്റെ 16321 എക്സ്പ്രസിൻ്റെ റേക്കാണ്. അത് രാത്രി പോത്തന്നൂരാണ് സ്റ്റേബിൾ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് പോത്തന്നൂർ സ്റ്റേഷനിലേക്ക് എത്തി. ഈ വണ്ടിക്ക് പോത്തന്നൂർ സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് കോയമ്പത്തൂർ. ഞാൻ കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ കിടന്നു വരും. അപ്പം തന്നെ നല്ല ഉറക്കം വരുന്നു. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 ആണെന്ന് തോന്നുന്നു. കുറേ യാത്രക്കാർ നിൽക്കുന്നുണ്ട്. ഏതോ വണ്ടി വരുന്നുണ്ട് തോന്നുന്നു അവിടെ. സമയം ഇപ്പോൾ 9:13. നമ്മൾ പോത്തന്നൂരിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ പോത്തന്നൂർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 9:18. 9:20 നമ്മുടെ അടുത്ത് ഡിപ്പാർച്ചർ ടൈം. നമ്മൾ നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂൾ വന്നായിരുന്നു. അപ്പുറത്തെ റേക്കിലെ ജനശതാബ്ദി കോച്ചുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ജനശതാബ്ദി കോച്ചുകൾ വന്നിട്ടുണ്ട്, പഴയ ജനശതാബ്ദി കോച്ചുകൾ. അതിനപ്പുറത്ത് പുതിയ LHB കോച്ചുകൾ ഇറക്കുന്നുണ്ട്. പുതിയ LHB കോച്ചുകളാണ്. നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ ആയിക്കഴിഞ്ഞാൽ അഡ്വാൻസ് സ്റ്റാർട്ടർ പച്ച എന്ന് കാണാം. പക്ഷേ സമയമായിട്ട് നമ്മൾ പുറപ്പെടില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ പോത്തന്നൂർ നമ്മൾ പുറപ്പെട്ടു. കറക്റ്റ് സമയം 9:20. ഇവിടെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ കൺട്രോൾ പാനൽസൊക്കെ. ഇത് ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് ആണ് ഇവിടെ. അപ്പോൾ വലിയ LED പാനൽസിലാണ് അത് വരിക. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 4 വന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 4. ഹ്യൂജ് തിരക്ക് കയറാൻ ഇവിടുന്ന്. അപ്പുറത്ത് ചേരൻ എക്സ്പ്രസ് ആണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത്. ഈ വണ്ടിയിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ഇറങ്ങും. എറണാകുളത്തു നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെയുള്ള കോയമ്പത്തൂർ ടിക്കറ്റുകൾ ഇഷ്ടം പോലെ വരും. പിന്നെ ഇവിടുന്ന് വീണ്ടും നിറയുകയാണ് ചെയ്യുന്നത്. 9:35 കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അത് ചേരൻ എക്സ്പ്രസ് പുറപ്പെടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലോക്കോ ജസ്റ്റ് ഒന്ന് കപ്പിൾ ചെയ്തിട്ടേ ഉള്ളൂ.
കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒരു അരക്കോണം അല്ലെങ്കിൽ ആവടി എത്തുമ്പോഴേക്കും എനിക്ക് വരാം. അതുവരെ ഉറങ്ങട്ടെ. ഇത് ആവടി സ്റ്റേഷനായിരുന്നു. ആവടി സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി. അടുത്ത സ്റ്റോപ്പ് പെരമ്പൂരിലെത്തി. പെരമ്പൂർ കഴിഞ്ഞ് ഇനിയിപ്പോൾ അല്പം മുന്നോട്ട് കയറി ട്രെയിൻ റൈഡിലൂടെ ഒരു നേരെ സെൻറ്ററിലോട്ട് പോകും. സമയം ഇപ്പോൾ 5 മണിയായി. 5:15 നമ്മുടെ സെൻട്രലിലെ റൈറ്റ് ടൈം. എത്തുമായിരിക്കും. നമുക്ക് അവിടെ നിന്ന് 7:25 നമ്മുടെ അടുത്ത ട്രെയിൻ. കുറച്ച് ടൈമുണ്ട്. അങ്ങനെ പെരമ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചെന്നൈ സെൻട്രലാണ്. ഇപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വ്യാസർപാടി ജീവിക്കുന്ന ട്രെയിൻ റൈറ്റ് എടുത്ത് നേരെ ചെന്നൈ സെൻട്രലിലോട്ട് വരും. ചെന്നൈ സെൻട്രലിൽ എൻട്രി പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം എന്തായാലും. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ എത്തുന്നു. ഏതൊരു വണ്ടിയുടെ MT റേക്കാണത്. ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസിൻ്റെ MT റേക്കാണ്. എനിക്ക് തോന്നുന്നത് അതിന് സ്റ്റേബിളിങ്ങിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനിലോട്ട് കയറി നിന്നു. பயணிகள் கவனத்திற்கு சுல்லூருபேட்ட லோக்கல் நடைமேடை 5 இன்னுം சற்று നേരത്തിൽ വന്നു ചേരും. അങ്ങനെ സുള്ളൂരുപേട്ടയിലോട്ട് പോകുന്ന ലോക്കൽ കയറി വന്നു. ഇത് വരാനായിരിക്കും മിക്കവാറും നമ്മളോട് പിടിച്ചിട്ടത്. കാര്യം ഇവൻ ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് കയറാൻ വേണ്ടി. വിചാരിച്ച പോലെ തന്നെ അവൻ കയറി വന്നത് നമ്മൾ ക്ലിയർ ചെയ്തു. ഫോണിനും ക്യാമറയിലൊക്കെ ചാർജ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തായാലും അടുത്ത ട്രെയിനിൽ 2 മണിക്കൂറിനടുത്ത് ഗ്യാപ്പുണ്ട്. പിന്നെ ആ സമയത്തൊന്ന് മറ്റേ ലൗഞ്ചിൽ കയറി ഇതൊക്കെ ഒന്ന് റീചാർജ് ചെയ്തേക്കാം. എല്ലാം ഒന്ന് ടോപ്പപ്പ് ചെയ്യണം. അടുത്ത വണ്ടി ഇവിടുന്ന് 7:25 അടുത്ത വണ്ടി എന്ന് പറയുന്നത് 12077 ചെന്നൈ സെൻട്രൽ വിജയവാഡ ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ യാർഡ് അത് മിക്കവാറും സപ്തഗിരിയുടെ എക്സ്പ്രസിൻ്റെ എല്ലാം റേക്കാവണം. അത് CBC റേക്കാണ്. സപ്തഗിരി പോലെ ഉണ്ട് കണ്ടിട്ടും. നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ്. പുരട്சி தலைவர் ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷൻ ചെന്നൈയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു.
പ്ലാറ്റ്ഫോം നമ്പർ 1 ദുരന്തോ എക്സ്പ്രസ് കിടക്കുന്നുണ്ട് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കുള്ള. ദുരന്തോ ഞാൻ കൺസിഡർ ചെയ്തൊരു വണ്ടിയാണ്, പക്ഷേ വളരെ ടൈറ്റ് കണക്ഷനാണ് വേണ്ടെന്ന് വെച്ചതാണ്. ഇവിടെ കിടക്കുന്നു, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ജൻശതാബ്ദി എക്സ്പ്രസ് MGR ചെന്നൈ സെൻട്രൽ ടു വിജയവാഡ. പ്ലാറ്റ്ഫോം 2 കിടക്കുന്നുണ്ട്. ഇപ്പുറത്തായിട്ട് വിജയവാഡയിലേക്കുള്ള വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. ഇത് 550 പോകും. ഇത് നമുക്ക് ടൈറ്റാണ്. അങ്ങനെ പോയി ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ അങ്ങനെ ചെന്നൈ സെൻട്രലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ 5:25 ആയപ്പോഴും ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഒരു 5:22, 23 എത്തിയിട്ടുണ്ടാവും. എക്സാക്റ്റ് ടൈം ഞാൻ NTS പ്രകാരം നോക്കിയിട്ട് താഴെ ക്യാപ്ഷനിൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ സാധനത്തിൽ പോകാൻ പറ്റിയതെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ, വന്ദേ ഭാരതിന്. പക്ഷേ ഇത് 5:50 പോകും. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ തീരെ ടൈറ്റ് കണക്ഷൻ ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ, കാര്യം അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാകുള്ളൂ. അരമണിക്കൂർ വന്ദേ ഭാരതൊക്കെ മിസ്സായി കഴിഞ്ഞാലേ നമുക്ക് ഒരുപാട് നഷ്ടം വരും. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചാണ്. ഇതുവരെ നമുക്കിവിടെ പുറത്തോട്ടിറങ്ങാം. ഈ വീഡിയോ ഈ ഒരു പാർട്ട് ഓഫ് ദ വീഡിയോ ഇവിടത്തോടുകൂടി തീരുകയാണ്. ഇനി അടുത്ത പാർട്ടിലാണ് എൻ്റെ ചെന്നൈ വിജയവാഡ യാത്ര കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനെന്നാൽ പതുക്കെ ഫ്രണ്ടിലോട്ട് നടക്കട്ടെ. ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ ലോക്കോ ഒന്നുകൂടി കണ്ടിട്ട് സൈനോട്ട് പറയാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻസൊക്കെ രേഖപ്പെടുത്തുക. കാര്യം അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് മോഡിഫൈ ചെയ്യുന്നതും നമ്മൾ പുതിയ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതും. ഇതാണ് നമ്മളിവിടെ വരെ എത്തിച്ച ലോക്കോ. 22559 അരക്കോണത്തിൻ്റെ ഫ്രണ്ടിൽ ബഫറിൻ്റെ ഒരു ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് വലുതായിട്ടൊന്നും പിടിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. നോക്കുന്ന മറ്റൊരു അടിപൊളി വീഡിയോയിൽ അല്പസമയത്തിനകം കാണാം. അപ്പോൾ എല്ലാവർക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ signing off from platform 7. See you again in another video. Until then, bye bye.